അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി നമ്മൾ നോക്കാനുള്ളത് സെഗ്മെന്റ്സ് ഓഫ് സർക്കിൾസ് എന്ന് പറയുന്ന സെക്ഷൻ ആണ്. അപ്പോൾ സെഗ്മെന്റ് എന്താണെന്നുള്ളതൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പൊ ഒരു സർക്കിൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ സർക്കിളിന്റെ ഇങ്ങനെ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡ് സർക്കിളിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ പാർട്ടുകളാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് വിളിക്കുക. ഇത് സെഗ്മെന്റ് ആണെങ്കിൽ മറ്റേതിനെ നമ്മൾ ബാക്കി കൺസിഡർ ചെയ്യുന്ന ഈ ഒരു വലിയ പോർഷൻ ഉണ്ടാവില്ല, ഇതിനിപ്പോ നമ്മൾ എന്ത് വിളിക്കും? ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് എന്ന് വിളിക്കും. ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് എന്നാണ്. ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് കേട്ടോ. ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ഏതുപോലെ നമ്മള് ഇപ്പൊ ഇങ്ങനെ ഒരു സർക്കിളില് ABC എന്ന് പറയുന്നതിനെ ആർക്കായിട്ട് വിളിക്കുകയാണെങ്കിൽ ഇതിനെ ഈ ഒരു ഇത്രയും പോർഷനെ നമ്മൾ ആർക്ക് എന്ന് വിളിക്കുകയാണെങ്കിൽ ബാക്കി ഗ്രീൻ പോർഷനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആർക്ക് എന്നൊക്കെ പറയും. ഇപ്പൊ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് ഉപയോഗിച്ചേക്കും. അപ്പൊ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് വിളിക്കുന്ന പോലെ അപ്പൊ സെഗ്മെന്റ് എന്താണെന്നുള്ളത് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അപ്പൊ സെഗ്മെന്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു കോഡ് വേണം. അപ്പൊ ഒരു കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം? സർക്കിളിനെ രണ്ട് പാർട്ടാക്കാം. ഒന്ന് ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റും ഉണ്ടാവും, ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെഗ്മെന്റ് എന്ന് പറയുന്നത് യെല്ലോ ഷെയ്ഡഡ് റീജിയൻ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് പാർട്ടാക്കിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു കോഡ് വരച്ചതിന്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെഗ്മെന്റ് എന്ന് പറയാ. അപ്പൊ അത് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഇത്ര നേരം പഠിച്ചിട്ടുണ്ടായിരുന്ന റിസൾട്ട്, ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ആർക്ക് ABC എന്ന് പറയുന്ന ഒരു ആർക്ക്, അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇത് C ആണ്. C ഡിഗ്രി ആണെങ്കിൽ അത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇത് എന്തായിരിക്കും? C/2 ആയിരിക്കും. സിയുടെ നേരെ പകുതി ആയിരിക്കും. അതുപോലെ ഇനിയിപ്പോ സെയിം രീതിക്ക് ആലോചിച്ച് നോക്ക് മക്കളെ. ഇനി ഈ സർക്കിൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഇത്രയും C ഡിഗ്രി ആയി. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്കി എന്തുണ്ടാവും? ടോട്ടൽ 360 ഡിഗ്രിയാണ് അല്ലെ, ഒരു കോണിനിസ്റ്റും. അപ്പൊ ബാക്കി എന്തുണ്ടാവും? 360 - C. ക്ലിയർ ആണോ? 360 ഡിഗ്രി - C എന്നായിരിക്കും ബാക്കി സെൻട്രൽ ആംഗിൾ ഉണ്ടാവുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഈ വരക്കുന്ന ഈ ഒരു ആർക്ക് വെച്ചിട്ട് ഇപ്പൊ ABC കൺസിഡർ ആർക്ക് അല്ലെ, കൺസിഡറിങ് ആർക്ക് ADC എന്ന് പറയുന്ന ഒരു ആർക്ക് ഉണ്ടല്ലോ. ഈ ഒരു ആർക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഏതാണ്? ഈ ഒരു ആംഗിൾ ആണ് അല്ലെ, 360 - C ആണ് ഈ സെൻട്രൽ ആംഗിൾ. ക്ലിയർ ആണോ? ആ ഒരു സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇതെന്ന് പറയുന്നത് 360/C ഡിഗ്രി. കാരണം ഇതെന്താണ്? ഇത് C ഡിഗ്രി. ടോട്ടൽ എന്ത് വരും? 360 ആവുകൊണ്ട് ബാക്കി 360 - C. അങ്ങനെയാണെങ്കിൽ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ 360 - C ആണെങ്കിൽ അതായത് ആർക്ക് ADC സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെ, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് അപ്പൊ എത്രയായി? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ADC എന്ന് പറയുന്നത് 360 ഡിഗ്രി -C അല്ലെ, 360 - C. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഓൾട്ടർനേറ്റീവ് ആർക്ക്. അപ്പൊ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC ആർക്കല്ലേ വരിക. അപ്പോ ഈ ഒരു ആർക്ക് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിന് ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്ന് പറയുമ്പോൾ മക്കളെ ഈ ആംഗിൾസ് ഒക്കെ അല്ലേ വരിക. ഓക്കെ. ഇതെന്താണെന്ന് ശരിക്കും 360 - C യുടെ പകുതി ആയിരിക്കും. അപ്പോ 360 - C യുടെ പകുതി, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 360/2 - C/2 അല്ലെങ്കിൽ 180 - C/2. അപ്പൊ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? 180 - C/2 ആയിരിക്കും. ക്ലിയർ ആണോ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ 360 - C ആവുമ്പോ ഇത് 360 - C ആവുമ്പോ ഇവിടെ എന്തായിരിക്കും? 180 - C/2 ആവും അല്ലെ. ഇതിന്റെ പകുതി നമ്മൾ ഇത്ര നേരം പഠിച്ചു തന്നെ. നമ്മൾ കൺസിഡർ ചെയ്ത ആർക്ക് ഈ ഒരു വലിയ ആർക്കാണെന്ന് മാത്രം അല്ലെ. ഈ ഒരു വലിയൊരു ആർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 360 - C. ഓക്കെ, അതതിന്റെ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്നത്. അപ്പോ ഇതുവരെ ക്ലിയർ ആണോ? ഇനി ഞാനൊരു കാര്യം പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കാട്ടോ. അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങള് ഒന്ന് തലതിരിച്ചു കൂടി പറഞ്ഞാൽ മാത്രം. ഇനി ഞാൻ ഈ പറയുന്ന രണ്ട് ആംഗിൾ മാത്രം നോക്കേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി നോക്കടാ. റെഡ് തന്നെ എഴുതാം. ഇത് റെഡിൽ ഇതേ കാണുള്ളൂ. ഇവിടെ 360 - C ഉണ്ട്. അതൊക്കെ ക്ലിയർ ആക്കട്ടോ. ഇനി പറയാൻ പോകുന്ന കാര്യം, ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? ഇവിടെ ഈ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരുന്നു? 180 - C/2. ഇത് എത്രയായിരുന്നു? C/2 ആയിരുന്നു അല്ലെ. സെന്ററിൽ C ആണെങ്കിൽ അപ്പൊ ഈ രണ്ട് ആംഗിൾ നോക്ക്. ഇത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടുന്നുണ്ട് അല്ലെ?
ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? 180 ഇത് 180 മൈനസ് c/2. അതായത് ഇവിടെ ഇപ്പൊ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ ഇതെന്താവും? 180 30 കുറച്ച് 180 ആവും. അതായത് ഈ രണ്ട് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. ഈ ഒരു ഐഡിയ കൂടെ മനസ്സിലുണ്ടാക്കി വെക്കാം ടോപ്പ്. ഇപ്പോൾ ബേസിക്കലി ഈ പറഞ്ഞ കാര്യം നമ്മൾ സെഗ്മെന്റ് വെച്ച് പറയാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ റെക്കോർഡ് AB എന്ന് പറയുന്നത് നമ്മൾ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവുന്നുണ്ട് മക്കളെ? 2 സെഗ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഉണ്ടോ? ഈ 2 സെഗ്മെന്റില് നമ്മൾ ഈ പുറത്ത് വരക്കുന്നതൊക്കെ എത്രയായിരിക്കും? ഈ ഒരു ഇതെന്തായിരിക്കും? ഈ വരക്കുന്ന ആംഗിൾ ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? എല്ലാ ആംഗിളും എത്ര ഡിഗ്രി വരും? c/2 വരും. ഇതൊക്കെ എത്ര ആയിരിക്കും? c/2 ആയിരിക്കും. ഈ ഓരോ ആംഗിളും എന്തായിരിക്കും? c/2 ആയിരിക്കും. അതേമാതിരി നമ്മൾ അതായത് അതിന് കാരണം എന്തായിരുന്നു? c/2 ആവാനുള്ള കാരണം അത് അതിന്റെ സെന്ററിൽ എത്ര ഉണ്ടാക്കുന്നുണ്ട്? c ഉണ്ടാക്കുന്നുണ്ട്. ആണോ? അപ്പൊ അതുകൊണ്ടാണ് അത് എന്തായത്? c/2 ആയത്. അപ്പൊ ആ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. അപ്പൊ അതേമാതിരി അപ്പൊ നമ്മളൊരു സെഗ്മെന്റ് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെഗ്മെന്റിന്റെ ഒരു പുറത്തുള്ള എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ? സർക്കിളിന്റെ മുകളിൽ ഉണ്ടാക്കുന്നത്. ഇനി മക്കളെ അപ്പൊ ഈ പറയുന്ന ആംഗിൾസ് ഒന്ന് നോക്ക്. അതുപോലെ ഈ ആംഗിൾസും ഈക്വൽ ആവൂലേ? ഒന്ന് നോക്കി നോക്ക്. ഇവിടെ ഇങ്ങനെ കുറെ ആംഗിൾ ഉണ്ടാവൂലേ? ഈ പറയുന്ന ആംഗിൾസ് ഒക്കെ ഈക്വൽ ആവൂലേ? അതായത് ഇവിടെ ഒരു 180 മൈനസ് c/2 ആണെങ്കിൽ ഇതും 180 മൈനസ് c/2 ആവും. ഇതും 180 മൈനസ് c/2 ആവും. അപ്പൊ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഞാൻ ഒന്നും കൂടെ വേറൊരു ഫിഗറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിച്ചു കേട്ടോ. ഒരു ഫിഗറെ മനസ്സിലാക്കി വെക്കുക ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഇവിടെയുള്ള ഒരു ഫിഗർ നോക്കുക. ഇവിടെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് ആർക്ക് അല്ലെങ്കിൽ കോഡ് AB അല്ലെ? ഈ കോഡ് വരച്ചപ്പോ AB വരച്ചപ്പോ സർക്കിളിനെ 2 പാർട്ടാക്കി. ഒന്ന് ഈ ലൈറ്റ് ഗ്രീൻ കളർ ഉള്ളതും അതേമാതിരി ഡാർക്ക് ഗ്രീൻ കളറുള്ള 2 പാർട്ടാക്കി. അതിൽ നോക്ക്. ഇനി നമ്മൾ ഈ ഒരു പുറത്ത് എവിടെ ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അല്ലെ, സർക്കിളിന്റെ മുകളിൽ നമുക്ക് ഇനി ആംഗിൾസ് ഉണ്ടാക്കിക്കൂടെ? എവിടെ ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അതൊക്കെ എത്രയായിരിക്കും അല്ലെ? ഈ ഒരു ആംഗിളൊക്കെ എത്ര തന്നെയായിരിക്കും? ഹാഫ് c തന്നെ ആയിരിക്കും എല്ലാ ആംഗിളും. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിലോട്ട് ഉണ്ടാക്കിക്കൂടെ? ഈ ഒരു സൈഡിലോട്ട് ഉണ്ടാക്കി ഈ ഒരു ആംഗിൾ എത്ര തന്നെയായിരിക്കും? ഹാഫ് c തന്നെ ആയിരിക്കും. അതുപോലെ ഇനി ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? അതിന്റെ സെൻട്രൽ ആംഗിൾ 360 മൈനസ് c ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? 180 മൈനസ് c/2 വരും. അതാണ് ഈ വരച്ചിട്ടുള്ളത്. ഇങ്ങനെ എത്ര 180 മൈനസ് c/2 ആണെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ. അപ്പോ ഒരു സെഗ്മെന്റിന്റെ ഇവിടെ 2 സെഗ്മെന്റ് ആണുള്ളത്. ഒന്ന് ഈ ഒരു സെഗ്മെന്റും അതുപോലെ ഈ വലിയൊരു സെഗ്മെന്റും, അതായത് ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഒരു സെഗ്മെന്റും പിന്നെ ബാക്കിയുള്ള ഈ സെഗ്മെന്റും, 2 സെഗ്മെന്റിലുള്ള ആംഗിൾസ്. ഒരു സെഗ്മെന്റിൽ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ എല്ലാ ആംഗിളും 120 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഈ സെക്ഷനിലെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്. ഇൻ ഓൾ ദ 3 പിക്ചേഴ്സ് ബിലോ. താഴെ 3 ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ദ O ഇസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് O ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ABC ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. ABC എന്ന് പറയുന്നതൊക്കെ സർക്കിളിന് മുകളിലുള്ള പോയിന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഈച്ച് കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ OBC. അല്ലെ, 2 ട്രയാങ്കിൾസ് ഉണ്ടല്ലോ ഓരോ ഫിഗറിൽ. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും OBC എന്ന് പറയുന്ന ഒരു കുഞ്ഞു ട്രയാങ്കിളും. ഈ 2 ട്രയാങ്കിളിന്റെയും ആംഗിൾസ് കണ്ടുപിടിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അതിന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ. ഇനി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ഫിഗർ ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സർക്കിളിന്റെ കാര്യമാണ് നോക്കുന്നത്. ഇവിടെ എന്താ തന്നിട്ടുണ്ട്? ഇവിടെ 20 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അതായത് ആംഗിൾ ABO 20 ഡിഗ്രി തന്നിട്ടുണ്ട്, അതേപോലെ ആംഗിൾ ACO 30 ഡിഗ്രി തന്നിട്ടുണ്ട്. മക്കളെ, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോ. ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് നോക്കാണ്. ഈ A to O ഞാനൊരു ജോയിന്റ് കൊടുത്തു നോക്കാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കാം. A to O ഞാനൊരു ജോയിന്റ് കൊടുത്തു. ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യം എന്താ ചെയ്തത്? ജോയിൻ AO ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് നോക്ക്, 2 ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഒന്ന് ട്രയാങ്കിൾസ് ഏതൊക്കെയാ മനസ്സിലായോ? AOB എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ AOC എന്ന് പറയുന്ന ട്രയാങ്കിളും. ഓക്കെ. ഈ 2 ട്രയാങ്കിളും ഐസോസിലസ് ട്രയാങ്കിൾ ആവൂലേ? കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്ക്. ഇത് സർക്കിളിന്റെ OB എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. AO എന്ന് പറയുന്നതും സർക്കിളിന്റെ റേഡിയസ് ആണ്. അതുപോലെ തന്നെ അല്ലെ ഈ സർക്കിളിനും ഈ ട്രയാങ്കിളിലും OC എന്ന് പറയുന്നതും സർക്കിളിന്റെ റേഡിയസ് ആണ്. AR എന്ന് പറയുന്നതും സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഇത് എന്താണ് ശരിക്ക്? ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. ഒരു ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ട്രയാങ്കിൾ ഏതൊക്കെയായിരുന്നു?
ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ എ ഒ സി ആർ ഐസോസ്ലസ് ആണ്. ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് അതിന് എന്ത് എഴുതാൻ പറ്റും? ഈ ട്രയാങ്കിൾ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ട്രയാങ്കിൾ, ആദ്യം നമ്മൾ ഒരു ട്രയാങ്കിൾ നോക്കുകയാണ്. ഇപ്പൊ കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി നോക്കുന്ന ടൈമില് മക്കളെ, ഇവിടെ 20 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു റേഡിയസിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതും എന്ത് തന്നെയാവും അല്ലെ? ആ ഒരു ആംഗിളും എന്ത് തന്നെയാവും? 20 ഡിഗ്രി തന്നെയാവും. ഈ ഒരു ആംഗിളും 20 ഡിഗ്രി ആയിരിക്കും. കാരണം ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ റേഡിയസിന്റെ ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ ഈ ഒ ബി എന്ന് പറയുന്ന റേഡിയസിന്റെ ഓപ്പോസിറ്റ് എത്ര തന്നെ വരും? 20 ഡിഗ്രി തന്നെ വരും. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അപ്പൊ നമ്മൾ എന്ത് എഴുതാൻ പറ്റും? therefore ആംഗിൾ ബി എ ഒ അല്ലെ, ആംഗിൾ ബി എ ഒ ഈക്വൽ ടു 20 ഡിഗ്രി. കാരണം എന്താണ്? ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് അല്ലെ, ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ അവിടെ 20 ആണെങ്കിൽ മക്കളെ, ഇവിടെ 20 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഇത് എത്ര വരും? ടോട്ടല് ആ ട്രയാങ്കിളിന്റെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ ഓ എന്നുണ്ട് അല്ലെ, ഓ മാഞ്ഞു പോയി, ഓ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്ന് ബാക്കി നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ സമ്മ 180 ആണ്. ബാക്കി രണ്ട് ആംഗിൾ നമുക്ക് കിട്ടി. അതെന്തൊക്കെയായിരുന്നു? 20ഉം 20ഉം ഐസോസ്ലസ് ട്രയാങ്കിൾ ആവുകൊണ്ട് 20 കിട്ടിയത്. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും. അത് എത്രയാണെന്നും നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ 180 മൈനസ് 40, 140 ആയിരിക്കും എന്ത്? ഈ ഒരു ആംഗിൾ. അപ്പൊ നമുക്ക് ആംഗിൾ എ ഒ ബി കിട്ടി 140. അതിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പോ ഇത് കിട്ടിക്കഴിഞ്ഞു, 140 ആണെന്ന് കിട്ടി. അതുപോലെ നമുക്ക് സിമിലർലി നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾ, അപ്പോ ഇതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത കൺസിഡർ ട്രയാങ്കിൾ എ ഒ സി നോക്കുന്ന ടൈമിൽ നമുക്ക് ഇതേ കാരണം വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും? ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇതും ഐസോസ്ലസ് ട്രയാങ്കിൾ അല്ല. അപ്പൊ ഇതും എന്ത് തന്നെയാവും? 30 ഡിഗ്രി ആവും. അപ്പൊ ആംഗിൾ ഒ എ സി എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ഐസോസ്ലസ് ട്രയാങ്കിൾ. അതൊന്നും എഴുതുന്നില്ല. അപ്പൊ ഇനി നമുക്ക് ആംഗിൾ എ ഒ സി പറഞ്ഞൂടെ അല്ലെ? ഈ ഒരു സെൻട്രൽ ആംഗിൾ പറഞ്ഞൂടെ? അതെന്തായിരിക്കും? 180 മൈനസ് 30 പ്ലസ് 30 എന്ന് വരും. ഡൗട്ടില്ലല്ലോ. അപ്പൊ എന്ത് വരും? 180 മൈനസ് 60, 120 ഡിഗ്രി വരും. അപ്പൊ ഇതുവരെ ക്ലിയർ ആണെന്ന് എഴുതുന്നു. ഇതുവരെ ക്ലിയർ ആണോ? ഇപ്പൊ നമുക്ക് ഈ ഒരു ആംഗിളും കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 120 ആണെന്ന്. അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ സുഖമായി കണ്ടുപിടിച്ചൂടെ അല്ലെ? ടോട്ടൽ സെൻട്രൽ ആംഗിൾ എത്രയാണുള്ളത്? ടോട്ടൽ സെൻട്രൽ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് ആ ഓരോ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ആംഗിൾ എ ഒ, ഇവിടെ ഒ ഉണ്ട്. അപ്പൊ എ ഒ സി അല്ല ബി ഒ സി ആംഗിൾ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ ബി ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 360 ആണ്. 360 ഇപ്പൊ ബാക്കി രണ്ട് സെൻട്രൽ ആംഗിൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 360 മൈനസ് 120, 140 ആണ്. അപ്പൊ ഇത് കൂട്ടിയത് കുറച്ച് നോക്കിയാൽ മതി. ആണോ? അപ്പൊ എന്ത് വരും? 360 എന്ത് കുറക്കണം? 120, 140, 260 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 100 ഡിഗ്രി കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ആംഗിളും കിട്ടിക്കഴിഞ്ഞു 100 ഡിഗ്രി. ഇനി നമുക്ക് ബാക്കി ഇതെന്തായിരിക്കും? ഐസോസ്ലസ് ട്രയാങ്കിൾ അല്ലേ? ബി ഒ സി എന്ന് പറയുന്നതും ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ബി ഒ സി എന്ന് പറയുന്നത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ അതൊന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ടോട്ടൽ 180 അല്ലെ? ടോട്ടല് ഈ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. ഒന്ന് 100 ആണ്. അപ്പൊ ബാക്കി രണ്ട് ആംഗിള്, ഇതൊരു എക്സും ഇതൊരു എക്സും ആണെങ്കിൽ ബാക്കി രണ്ട് ആംഗിള് അല്ലെ? ഈ 2x കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 180 100 കുറച്ചതായിരിക്കും. അപ്പൊ 2x എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 180 100 പോയിക്കഴിഞ്ഞാൽ 80. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 80/2 40. അപ്പൊ നമുക്ക് ഈ ഓരോ ആംഗിൾസും കിട്ടി 40 ഡിഗ്രി. ക്ലിയർ ആണോ? 40 ഡിഗ്രി. ഞാൻ ഈ കിട്ടിയ ആംഗിൾസ് ഒക്കെ ഒന്ന് വൃത്തിക്ക് എഴുതട്ടെ. വൃത്തിക്ക് എഴുതി തരികയാണെങ്കിൽ വൃത്തിക്ക് വരച്ച് ഇതിൽ തന്നെ ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്ത് വെച്ചുതരാം. അപ്പൊ നമുക്ക് കിട്ടിയ ഓരോ ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇത് ജോയിൻ ചെയ്തു. ഇത് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ എത്ര കിട്ടി? ഇത് 20 എന്ന് കിട്ടി. കാരണം എന്താണ്? ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. അതുപോലെ അപ്പൊ ഇതെന്താവും? ഇതും ഐസോസ്ലസ് ആവില്ല. അപ്പൊ ഇതും 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇനി നമുക്ക് ആംഗിൾ സം ഓഫ് ആംഗിൾസ് 150 ആണെന്നുള്ള പ്രോപ്പർട്ടി വെച്ച് ഇവിടെ ബാക്കി എന്ത് വരും? 140 വരും. ഇവിടെ ബാക്കി എന്ത് വരും? ഓൾറെഡി 60 ആയി കഴിഞ്ഞു. ബാക്കി 120 വരും. പിന്നെ നമുക്ക് എന്ത് വരാം? സെൻട്രൽ ആംഗിൾ ടോട്ടൽ 360 ആണ് വെച്ചിട്ട് ഇവിടെ എന്ത് പറയാൻ പറ്റും? 100 ഡിഗ്രി വരും. ഇനി ആകെ ഈ ഒരു BOC എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ സം ഓഫ് ആംഗിൾസ് എന്ത് വരും? സം ഓഫ് ആംഗിൾസ് ആകെ 150. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആവും. കാരണം ഇതും ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡും റേഡിയസ് അല്ലേ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവണം. ബാക്കി 80 ആണ് ഇനിയുള്ളത് 150ക്ക്. ആണോ? അപ്പൊ ഇവിടെയും 40 വരും, ഇവിടെയും 40 വരും. ക്ലിയർ ആണോ? പിന്നെ നമുക്ക് ചോദിച്ച ട്രയാങ്കിളിന്റെ ഓരോ ആംഗിൾസും എഴുതി കൂടെ? ആംഗിൾസ് തന്നെ എഴുതാം, ആംഗിൾസ് ആയിട്ട് തന്നെ എഴുതാട്ടോ. എന്ത് എഴുതാം? ആംഗിൾസ് ഓഫ് ഏത് ആംഗിളിൽ എഴുതാം? ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC എഴുതാം. ട്രയാങ്കിൾ ABC ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആംഗിൾസ് ആയിട്ട് പറഞ്ഞേ. ABC എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ട്രയാങ്കിൾ. അപ്പോൾ അതിന്റെ ആംഗിൾ A എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ഈ 20ഉം 30ഉം കൂടി കൂട്ടിയതല്ലേ? 20 + 30 എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ് ആംഗിൾ A എന്ന് പറയുന്നത്. ഇനി ആംഗിൾ B എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 20ഉം ഈ 40ഉം കൂട്ടിയത് 20 + 40 ഡിഗ്രി. അപ്പൊ എന്ത് വരും? 60 ഡിഗ്രി ആയിരിക്കും ആംഗിൾ B എന്ന് പറയുന്നത്. ഇനി ആംഗിൾ C എന്ന് വെച്ചാൽ എന്ത് വരും? ഈ 40ഉം 30ഉം കൂട്ടിയത്. അപ്പൊ 40 + 30 എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതാണ് എന്ത്? ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. ഇനി ആംഗിൾസ് ഓഫ് ഇതുപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ OBC പറഞ്ഞൂടെ അല്ലെ? ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ OBC കൂടെ നമുക്ക് സിമിലർലി പറയാൻ പറ്റും. അപ്പൊ അതെന്ത് വരും? OBC ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു ആംഗിൾ പറയാണ്. ആംഗിൾ OBC. ആംഗിൾ OBC ഈ ഒരു ആംഗിൾ എത്രയായിരുന്നു? 40 ഡിഗ്രി ആയിരുന്നു. അതുപോലെ മറ്റൊരു ആംഗിൾ OCB എന്ന് പറയുന്നത് എത്ര ഡിഗ്രി തന്നെയാണ്? 40 ഡിഗ്രിയാണ്. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ BOC എന്ന് പറയുന്നത് എത്രയായിരുന്നു? 100 ഡിഗ്രിയാണ്. അപ്പൊ ഇതായിരിക്കട്ടോ നമ്മുടെ തേർഡ് ആൻസേഴ്സ്. ക്ലിയർ ആവും. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് എഴുതന്നെ വേണോ? ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സെക്കൻഡ് സർക്കിൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? OAനെ ജോയിൻ ചെയ്യുക അല്ലെ? അപ്പൊ ജോയിൻ OA അത് എഴുതുന്നുണ്ട്. ഫസ്റ്റ് ജോയിൻ OA അല്ലെ? OAനെ ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 ഐസോസ്ലസ് ട്രയാങ്കിൾ കിട്ടി അല്ലെ? ഈ ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആംഗിൾ OB എന്ന് പറയുന്നത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ AOC ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ BOC ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. അപ്പോ ട്രയാങ്കിൾ AOB അതുപോലെ ഏതൊക്കെ ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ AOC അതുപോലെ മറ്റേ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ DOC. ട്രയാങ്കിൾ DOC ആർ ഐസോസ്ലസ് അല്ലെ? ആർ ഐസോസ്ലസ് ആണ്. അതിനുള്ള കാരണം എന്തായിരുന്നു? രണ്ട് സൈഡ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റേഡിയസ് ആണ് 3 ട്രയാങ്കിളിന്റെ. അപ്പൊ മക്കളെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ആംഗിൾ OBC ഈ ഒരു ട്രയാങ്കിൾ നോക്കട്ടോ. അപ്പൊ കൺസിഡർ ട്രയാങ്കിൾ OBC. അപ്പൊ നമുക്ക് അത് എഴുതാം. കൺസിഡർ ട്രയാങ്കിൾ OBC നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ പറഞ്ഞൂടെ? ഈ ഒരു ആംഗിൾ എന്ത് തന്നെയാവും? 40 ഡിഗ്രി ആവും അല്ലെ? ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 40 അല്ലെ? രണ്ടും റേഡിയസിന് ഓപ്പോസിറ്റ് ഉള്ള വശമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ OCB ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ BOC പറഞ്ഞൂടെ? ഇതൊന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ BOC എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 നിന്ന് 240 കുറച്ചതായിരിക്കും അല്ലെ? ബാക്കിയുള്ള ഈ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 180 ആണ്. 180 നിന്ന് 40 + 40 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് വരും? 180 മൈനസ് 40 കൂട്ടിക്കഴിഞ്ഞാൽ 80 വരും. ഇപ്പൊ എന്ത് വരും? 100 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഈ ഒരു ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? ഇത് 100 ഡിഗ്രി. ക്ലിയർ ആണോ? അത് 100 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് പറയാൻ പറ്റും? ഈ ഒരു ടോട്ടൽ ആംഗിൾ ഇത് 100 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞു. ഇവിടെ എന്തുണ്ടാവും? ഇതുപോലെ നമുക്ക് മറ്റേ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാനായി ഇവിടെ 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞൂടെ അല്ലെ? നമുക്ക് അറിയുന്നത് ആദ്യം പറയാം. അപ്പോൾ അടുത്ത ട്രയാങ്കിൾ നമ്മൾ ഏതാ കൺസിഡർ ചെയ്യുന്നത്? കൺസിഡർ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ പേരെന്തായിരുന്നു?
AOC അല്ലെ, AOC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഗിൾ ആയിരിക്കും കൂടെ ആംഗിൾ ഒ എ സി എന്ന് പറയുന്നതും ശരിക്കും എന്ത് തന്നെയായിരിക്കും 30 ഡിഗ്രി. കാരണം എന്താണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതൊന്നും ഞാൻ എഴുതുന്നില്ലേ. ഇനി അപ്പൊ നമുക്ക് ഇനി ബാക്കി ഈ ഒരു ആംഗിൾ പറഞ്ഞൂടെ, ഈ ഒരു സെൻട്രൽ ആംഗിൾ നമുക്ക് ഇതൊന്ന് കണ്ടുപിടിച്ചൂടെ. ആ ഒരു സെൻട്രൽ ആംഗിൾ എന്ത് വരും, ആംഗിൾ AOC അല്ലേ. ആംഗിൾ AOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും 180 2 30 കൂട്ടിയത് കുറച്ചതായിരിക്കും. 30 + 30 കൂട്ടിയത് കുറച്ചായിരിക്കും. അപ്പൊ 180 - 60 അതെന്ത് വരും, 120 ഡിഗ്രി. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ എന്ത് വരും, 120 ഡിഗ്രി എന്ന് വരും. ഇത് 100 ഡിഗ്രി എന്ന് കിട്ടി, ഇത് 120 ഡിഗ്രി ആയി. ഇവിടെ 40 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ബാക്കി ഓട്ടോമാറ്റിക്കലി നമുക്ക് ആംഗിൾ AOB പറഞ്ഞൂടെ അല്ലെ, സെൻട്രൽ ആംഗിൾസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്. അപ്പൊ ആംഗിൾ AOB എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, ആംഗിൾ AOB എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇത് വരും 360 നിന്ന് ബാക്കി എന്തൊക്കെയായിരുന്നു, ബാക്കി സെൻട്രൽ ആംഗിൾ 120ഉം 100ഉം ഇത് കൂട്ടിയത് കുറച്ചാൽ പോരെ. അപ്പൊ എന്ത് വരും, 360 നിന്ന് 220 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് വരും, 140 വരും. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ആംഗിൾ, അപ്പൊ ബാക്കിയുള്ള ഈ ഒരു സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും, ഇതെന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. അതുവരെ 140 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പൊ 140 എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ആ ഒരു ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് 140 ഡിഗ്രി കഴിഞ്ഞ ചോദ്യം പോലെ തന്നെ വരും കേട്ടോ. അപ്പൊ ബാക്കി 2 ആംഗിൾ അല്ലെ. അപ്പൊ ഇനി നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതിന്റെ ബാക്കി ഇവിടെ എഴുതുന്നുണ്ട്. ഇനി ട്രയാങ്കിൾ AOB ഈസ് ഐസോസിലസ് ആണ് അല്ലെ. ഇതെന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഐസോസിലസ്. ട്രയാങ്കിൾ AOB എന്ന് പറയുന്നത് ഐസോസിലസ് ആണ്. അപ്പോൾ ആംഗിൾ ABC എന്ന് പറയുന്നതും അതുപോലെ ആംഗിൾ OAB എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അതെന്തിനോട് ഈക്വൽ ആയിരിക്കും, 180 അത് ഈക്വൽ ആയിരിക്കും. ആദ്യം അങ്ങനെ എഴുതിക്കോ. ഇനി അത് രണ്ടും കൂടിയും കൂട്ടി എന്ത് കിട്ടും, ആംഗിൾ ABC + ആംഗിൾ OAB ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇനി എന്താണ്ടാവുക, 180 140 കുറച്ചതാണ് ഉണ്ടാവുക. അപ്പൊ 40 ഡിഗ്രി ആയിരിക്കും ഇത് രണ്ടും കൂടി കൂട്ടിയത്. അപ്പോ ആംഗിൾ ABC എന്ന് പറയുന്നതും ആംഗിൾ OAB എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അപ്പോൾ ഒന്ന് എന്ത് വരും, 40ന്റെ പകുതി 20 ഡിഗ്രി ആയിരിക്കും 2 ആംഗിളും. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. ഇതെന്ത് വരും, ഇവിടെ ഒരു 20 ഡിഗ്രി വരും, ഇവിടെയും 20 ഡിഗ്രി വരും. അപ്പൊ നമുക്കിനി ട്രയാങ്കിൾ ടാക്കിൾസ് എഴുതി കൂടെ. അപ്പോൾ അതാണ് അടുത്ത് എഴുതുന്നത്. ഫസ്റ്റ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ ABCയുടെ ആംഗിൾസ് ഇപ്പൊ നമുക്ക് കിട്ടിയ ആംഗിൾസ് ഏതൊക്കെയായിരുന്നു, ആംഗിൾ വലിയ ട്രയാങ്കിളിന്റെ ആംഗിൾ ആണ്. ഇവിടെ 20ഉം 30ഉം തന്നെ. 20 + 30 എന്ത് വരും, 50 ഡിഗ്രി വരും. അതുപോലെ ആംഗിൾ P എന്ത് വരും, 40 + 20 60 ഡിഗ്രി വരും. ക്ലിയർ ആണോ? ഇനി ആംഗിൾ C എന്ത് വരും, 30 + 40 70 ഡിഗ്രി വരും. ഇപ്പോൾ ട്രയാങ്കിൾ ABCയുടെ ആയി. ഇനി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ OBC നോക്കാം. ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ OBC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഏത് ആംഗിൾ എഴുതും, ആംഗിൾ BOC നമുക്കറിയാം. ആംഗിൾ BOC എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 100 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ OBC എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരുന്നു, 40 ഡിഗ്രിയാണ്. ആംഗിൾ OCB എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരുന്നു, 40 ഡിഗ്രിയാണ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ആയിരിക്കും. മൂവിങ് ഇൻ ടു ഫൈനൽ സബ് ക്വസ്റ്റ്യൻ ഓഫ് ഈ സെക്ഷൻ. A, B, C, O. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയുണ്ട്, നമുക്ക് ആദ്യം ഓരോരോ ട്രയാങ്കിൾസ് ആയിട്ട് നോക്കാം. ആദ്യം എന്ത് എഴുതാം, ഒരു ട്രയാങ്കിൾ നോക്കാം. കൺസിഡർ ഏത് ട്രയാങ്കിൾ AOB നോക്കിക്കട്ടോ. AOB കാണുന്നുണ്ടോ, ഈ ഫസ്റ്റ് ട്രയാങ്കിൾ AOB എന്ന് പറയുന്ന ട്രയാങ്കിൾ. അപ്പൊ ഇതൊന്നും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എഴുതി നോക്കാം. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇറ്റ് ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം 2 സൈഡ് എത്തി വരുന്നുണ്ട്, റേഡിയസ് ആണ് അല്ലെ, സർക്കിളിന്റെ റേഡിയസ്. ഇത് 6 ആണെങ്കിൽ ഇതും സർക്കിളിന്റെ റേഡിയസ് ആണ്. ആണോ? അപ്പൊ 2 സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലെ. 2 റേഡിയസിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ്.
ശ്രദ്ധിച്ച് നോക്കിയൊക്കെ ഈ ഒരു ആംഗിളും റേഡിയസിന്റെ ഓപ്പോസിറ്റ് ആണ്, ഈ ഒരു ആംഗിളും റേഡിയസിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് ആ ആംഗിൾ വേണമെങ്കിൽ ടോട്ടലായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ആവശ്യമുള്ള ഒരു ആംഗിൾ നമുക്ക് ആദ്യം എഴുതാം. നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ആംഗിൾ അല്ലേ, മറ്റേത് കിട്ടിയിട്ട് ഇപ്പോൾ വലിയ കാര്യമല്ല. അപ്പൊ നമുക്ക് ആംഗിൾ OAP ഇവിടെ തന്നെ കിട്ടും, ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ OBA ഈക്വൽ ടു ആംഗിൾ OAB ഈക്വൽ ടു, രണ്ട് ഈക്വൽ ആയിരിക്കും, അത് ഈക്വലും ആയിരിക്കും. അത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ OBA പ്ലസ് ആംഗിൾ OAB ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 180 നിന്ന് ബാക്കി രണ്ട് ഈക്വൽ ആയിരിക്കും, ബാക്കി എന്ത് വരും? 40 കുറച്ചതായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമുക്കിതിൽ ആവശ്യമുള്ളത് എന്താണ്? രണ്ട് OAB അല്ലെ, OAB എന്ന് പറയുന്ന ആംഗിളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ രണ്ട് ആംഗിൾ OAB എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും? 140 ആയിരിക്കും. അപ്പോൾ ആംഗിൾ OAB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് 140ന്റെ പകുതി 140/2 70 ഡിഗ്രി ആയിരിക്കും ഈ ഒരു ആംഗിൾ. അപ്പോൾ ഇത് 70 ഡിഗ്രി. ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 70 ഡിഗ്രിയാണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ആംഗിൾ OBAയും എന്ത് തന്നെ വരും? 70 തന്നെ വരും. ഇപ്പൊ തൽക്കാലത്തിന് അവിടെ എഴുതുന്നില്ല, അത് നമുക്കിപ്പോൾ കിട്ടിയിട്ട് വലിയ കാര്യമില്ല. അതുപോലെ നമുക്ക് രണ്ടാമത്തെ ആംഗിൾ കൺസിഡർ ചെയ്തൂടെ? എന്ത് എഴുതാൻ പറ്റും? സിമിലർലി കൺസിഡറിങ് മറ്റൊരു ആംഗിൾ OAC, അതോടെ വരുന്നുണ്ട്. കൺസിഡർ ട്രയാങ്കിൾ OAC. അപ്പൊ അത് കൺസിഡർ ചെയ്യുമ്പോൾ അതും ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലെ, രണ്ട് സൈഡ് റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് എത്ര വരും? നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാം അല്ലെ, ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ OAC ആംഗിൾ ഇവിടെ എഴുതിയതൊക്കെ ആണെങ്കിൽ ഇവിടെ എഴുതാട്ടോ, ഞാൻ പിന്നെ അതെല്ലാം കൂടി എഴുതുന്നില്ല. ആംഗിൾ OAC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 180 നിന്ന് 70 കുറയ്ക്കുക അല്ലെ, എന്നിട്ട് അതിന്റെ പകുതി കാണുക. രണ്ട് ആംഗിൾ ഈക്വൽ ആണല്ലോ, ഇതും വരും. അപ്പൊ നമുക്ക് ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടി പകുതി കണ്ടാൽ മതി ഇവക്ക്. അപ്പൊ എന്ത് വരും? 110/2 55 ഡിഗ്രി എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ആംഗിൾ എന്ത് വരും? 55 വരും. ഇതും 55 വരും. ഡൗട്ട് ഇല്ലല്ലോ? ബാക്കി നമുക്ക് സുഖമായിട്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കി. AC എന്ന് പറയുന്ന ഒരു ആർക്ക് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 70. അപ്പൊ ഇത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് പറഞ്ഞൂടെ? ഇതെന്തായിരിക്കും? 35 ആയിരിക്കും. ശ്രദ്ധിച്ചോ, ഈ പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതായത് AC എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് ഇതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 70. അങ്ങനെയാണെങ്കിൽ അത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇത്? നോക്കടാ, ഈ ഒരു ആംഗിൾ. അപ്പൊ ഇതെന്തായിരിക്കും? 70ന്റെ പകുതി 35 ആയിരിക്കും. അതുപോലെ BA എന്ന് പറയുന്ന ആർക്ക്, ഇത് A ആണ്, ഇത് B ആണ്, ഇത് C ആണ്. BA എന്ന് പറയുന്ന ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 40. അപ്പൊ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? 40ന്റെ പകുതി 20 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി നമുക്ക് വേഗം ഫിനിഷ് ചെയ്തൂടെ? അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ കാര്യങ്ങളും കൂടി ഇവിടെ എഴുതുന്നുണ്ട്. നേരത്തെ നമുക്ക് ഇത് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഇത് 70 കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇത് 55 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഇത് ടോട്ടൽ 70 അല്ലേ? ഇവിടെ 70 ആണെങ്കിൽ അവിടെ 70 ആയിരുന്നു. അപ്പൊ ഇത് ടോട്ടൽ 70 ആയിരുന്നു, ഇതിൽ 35 ആയി. അപ്പൊ ഇവിടെ എന്ത് വരും? ഇതും 35 വരും. ക്ലിയർ ആണോ? ഇനി ഇത് ടോട്ടൽ എത്രയാണ്? ഇത് ആകെ ഇവിടെ 55, ഇവിടെയും 55 വരും. ഇവിടെ ഓൾറെഡി 20 ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? 35 വരും. ക്ലിയർ ആണോ? ഇവിടെ നമുക്ക് ആ രണ്ട് ആംഗിളും OBAയും എത്രയായിരുന്നു? OBAയും 70 ഡിഗ്രി ആയിരുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് പറയാം? ആംഗിൾ OACയും 55 ഡിഗ്രി ആണ്. അതുപോലെ ആംഗിൾ ACOയും എത്ര തന്നെയാണ്? 55 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞൂടെ? ഇപ്പൊ ഈ 20ഉം 35ഉം കിട്ടിയതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെൻട്രൽ ആംഗിളിന്റെ പകുതി. ബാക്കി നമ്മളെ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾസിന്റെ ആംഗിൾ പറയാം.
പിന്നെ നമ്മൾ നോക്കുന്നത് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്താ നോക്കാം. എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ, അപ്പൊ അതിന്റെ ആംഗിൾസ് എന്തൊക്കെയായിരുന്നു? ആംഗിൾ ബി സി എ അല്ലെ, ഓരോ ആംഗിൾസ് ആയി എഴുതാം. ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു ആംഗിൾ ബി സി എ ഇത് എത്രയായിരുന്നു? 20 ഡിഗ്രി ആയിരുന്നു, 20 ഡിഗ്രി. അതുപോലെ ആംഗിൾ ബി എ സി, ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഇതിന്ന് കിട്ടാൻ എന്തിനാ മതി? ഈ 70ഉം 55ഉം കൂടി കൂട്ടിയതല്ലേ? അപ്പൊ എന്ത് വരും? 70ഉം 55ഉം കൂടി കൂട്ടിയത് അല്ലെ. ഒന്ന് 70ഉം മറ്റേത് എത്രയായിരുന്നു? 55 കൂടി. ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ എന്ത് വരും? 125 ഡിഗ്രി എന്ന് വരും. അതുപോലെ ഇനി ഫൈനൽ ആംഗിൾ എ ബി സി പറഞ്ഞൂടെ? ആംഗിൾ എ ബി സി എത്രയായിരിക്കും? 35 ഡിഗ്രി അല്ലെ. നമുക്ക് ഇവിടെ കിട്ടി ഈ ഒരു ആംഗിൾ 35 ഡിഗ്രി. അപ്പൊ ട്രയാങ്കിൾ എ ബി സിയുടെ 3 ആംഗിളായി. ഇനി ഏത് ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ ഒ ബി സി, ഒ ബി സിയുടെ 3 ആംഗിൾ നോക്കാം. ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏതാണ്? അപ്പൊ ആദ്യം ഒ ബി സി അല്ലെ, മുകളിലുള്ള അപ്പർ ട്രയാങ്കിൾ അത് എഴുതാം. ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഒ ബി സി എന്ന് പറയുന്നത് എന്തായിരുന്നു? ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് എന്തായിരുന്നു? 40 + 70 ഡിഗ്രി 110 ഡിഗ്രി ആണോ? ഓക്കെ, 110 ഡിഗ്രി. പിന്നെ നമുക്ക് ഏതാണുള്ളത്? ആംഗിൾ ഒ ബി സി പറഞ്ഞൂടെ? ആംഗിൾ ഒ ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 ഡിഗ്രി എന്നുണ്ട്. ഐസോസ്ലസ് ട്രയാങ്കിൾ ആണല്ലോ. പിന്നെ ആംഗിൾ ഏതാണ്? ആംഗിൾ ഒ സി ബി, ആംഗിൾ ഒ സി ബി എന്ന് പറഞ്ഞാൽ എത്ര വരും? 35 ഡിഗ്രി തന്നെ വരും. ഇപ്പൊ ഇതാണ് കേട്ടോ 2 ട്രയാങ്കിൾസിന്റെ ആംഗിൾസ്. ക്ലിയർ ആണെന്നായിരുന്നു. ഓക്കെ, ബാക്കി ഒരു ക്വസ്റ്റ്യൻ കൂടെ പെൻഡിങ് ഉണ്ട്. അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.